ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രകാശനും ദീപയും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എത്രയൊക്കെ നിങ്ങളെ സഹായിച്ചാലും നിങ്ങൾക്കൊന്നും ഒരു തുള്ളി മനസാക്ഷിയില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് മനസ്സറിഞ്ഞ് നിങ്ങളെയൊക്കെ സഹായിക്കുന്നത്? അത് കേട്ടതും അത് പിന്നെ ഞാനിപ്പോൾ വന്നത് എനിക്ക് അറിയാലോ, എനിക്ക് ഒട്ടും ജോലി ചെയ്യാൻ പറ്റില്ല, ഹൃദയമൊക്കെ തകർന്നിരിക്കുക. ആ സമയത്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്തല്ലേ ജീവിക്കാൻ പറ്റൂ. പണിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ അമ്മ അയൽപക്കത്ത് പണിക്ക് പോവുക. ഞങ്ങൾ അറിഞ്ഞു. എന്തായാലും നിങ്ങളുടെയൊക്കെ ഗതി ഇനിയും മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ അമ്മ ഒരു പാവ. ആ അമ്മയ്ക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ട്. എനിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ് ആ അമ്മ അങ്ങോട്ട് പോകുന്നത്. അത് കേട്ടത് എന്തൊരു ആത്മാർത്ഥമായ സംസാരം. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ അറിയാം അല്ലേ? ഇത്രയും കൊല്ലം നിങ്ങളോടൊപ്പം ഭാര്യയായിട്ട് കഴിഞ്ഞിട്ടും എനിക്കറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന്. എന്തൊരു അഹങ്കാരമായിരുന്നു. ഒരിക്കലും അർഹിക്കാത്ത ബന്ധമാണ് വിക്രത്തിന് കിട്ടിയത്. എന്നിട്ടും അവനത് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ടിപ്പോൾ ജയിൽവാസം നടത്തിക്കൊണ്ടിരിക്കുക. ഒരിക്കലും അവൻ എൻ്റെ മകനെ അല്ല. അവനെപ്പോലൊരു മകനെ പ്രസവിച്ചതിന് ഞാൻ ഈ ലോകത്തോട് മാപ്പ് പറയുക. അതൊക്കെ വീട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. ഇനി എന്നെ ഒന്ന് നിങ്ങൾ സഹായിക്കണം. മോളുടെ ഡ്രൈവറായിട്ട് എനിക്കൊരു ജോലി തരണം. ഏത് മോളുടെ എന്നും കല്യാണിയുടെ ചോദ്യം. അത് കേട്ടതും അത് പിന്നെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരു മോളുണ്ടല്ലോ, ആ മോളുടെ ഡ്രൈവർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊരു അഭിനയം. എൻ്റെ മോക്ക് അങ്ങനെ ഒരു ഡ്രൈവറിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം എൻ്റെ മോൾക്കും എൻ്റെ മരുമോനും വണ്ടി ഓടിക്കാൻ അറിയാം. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. മനസ്സിലായോ? പിന്നെ നിങ്ങളെയൊക്കെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഏത് നിമിഷവും സ്വഭാവം മാറുന്ന കൂട്ടരാണ് നിങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ മോളുടെ ഡ്രൈവറായി എൻ്റെ മോളെ കൊല്ലില്ലാന്ന് എന്താ ഉറപ്പ്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു കാലത്ത് നിങ്ങളൊക്കെ അത്രയ്ക്ക് ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ട്. വയറ്റിൽ കിടക്കുന്ന എൻ്റെ മോളെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ വിഷം നൽകിയ ജന്തുക്കളാണ് നിങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ ഒന്നും വിശ്വസിച്ച് ഒരിക്കലും എൻ്റെ മോളുടെ ഡ്രൈവറാകാൻ ഞാൻ അനുവദിക്കില്ല. ഉറപ്പായിട്ടും അനുവദിക്കില്ല. അത് കേട്ടതും ദീപേ, ഞാൻ പറഞ്ഞല്ലോ, അന്ന് സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയി. ഇപ്പോൾ ഇനി അതിനെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം. ഒരു ജോലി പോലും തരില്ല. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവനും എൻ്റെ മോളാണ് കെട്ടിയത്. അതുപോലും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. നിങ്ങളോടൊന്നും ഒരു തുള്ളി മനസാക്ഷി പോലും കാണിക്കരുതെന്ന് പറഞ്ഞതാ. പക്ഷെ അവൾ കേട്ടില്ല. നിങ്ങളുടെ മോളല്ലല്ലോ അവൾ. അതുകൊണ്ട് അവൾക്ക് മനസാക്ഷിയുണ്ട്. എന്തായാലും എൻ്റെ മോളും ഞാനും സമാധാനമായിട്ട് ജീവിക്കുക. ഒരിക്കലും എനിക്ക് നിങ്ങളെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല. കാരണം സ്വന്തം മക്കളെ തള്ളിപ്പറയുന്ന ഒരച്ഛനെയും ഒരു ഭാര്യമാരെ സ്വീകരിക്കില്ല. അത്രയ്ക്ക് തെണ്ടിത്തരമാണ് നിങ്ങൾ ചെയ്തത്. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും എൻ്റെ മോളുടെ മുൻപിൽ വന്ന് നിന്ന് കൈനീട്ടാൻ നിങ്ങൾക്ക് നാണമില്ലേ? അത് കേട്ടത് പ്രകാശൻ തലയും കുമ്പിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എല്ലാം കേട്ട് സഹിച്ചേ പറ്റൂ. കാരണം വിക്രത്തിനെ പുറത്തിറക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കുന്ന. എന്താ നോക്കുന്നേ? എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ. എനിക്കൊന്നേ പറയാനുള്ളൂ. ഇനി മേല ഈ വീടിൻ്റെ മുൻപിൽ കൈനീട്ടി വന്നു പോകരുത്. മര്യാദയ്ക്ക് പോകാനല്ലേ പറഞ്ഞത്. അത് കേട്ടതും മോളെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്, എന്തൊരു വൃത്തികെട്ട സംസാരം ഇയാളുടേത്. ഇതുവരെയും സ്വന്തം മകളായിട്ട് പോലും അംഗീകരിക്കാത്ത എൻ്റെ മകളെ മോളെ എന്ന് വിളിക്കുന്നു കാര്യം കാണാൻ വേണ്ടി. ഒരിക്കലും വിശ്വസിക്കരുത് മോളെ. ഇല്ലമ്മേ, എനിക്ക് ഇയാളുടെ സ്നേഹം വേണ്ട. ഇയാളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഒരുപാട്. ഇയാളെന്നെ തള്ളിക്കളയുമ്പോഴും ഇയാളുടെ സ്നേഹം വേണമെന്ന് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. എല്ലാവരും അവരുടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാനൊന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി. ഇനി എനിക്ക് ഇയാളോട് ഒരു സഹതാപവും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ഇനി മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അമ്മ കണ്ടോ. ആരോടും സഹതാപം ഞാൻ കാണിക്കില്ല. അത് കാണിക്കാൻ എനിക്ക് കഴിയില്ലമ്മേ. പറഞ്ഞത് കേട്ടല്ലോ. എൻ്റെ മോൾക്ക് നിങ്ങളെ സഹായിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതായിരിക്കും നല്ലത്. ഇറങ്ങിപ്പോടോ. അപ്പോഴേക്കും പ്രകാശന് നാണം കെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. പ്രകാശൻ പോയി കഴിയുമ്പോൾ അമ്മേ, അച്ഛൻ മനസ്സുമാരെ തന്നെയാണോ വന്നത്? അച്ഛനെ ഒന്ന് സഹായിക്കായിരുന്നു അല്ലേ? മോളെ, നീ ഒന്നും മിണ്ടാതിരിക്കേ. അയാൾ മനസ്സ് മാറി വന്നതൊന്നുമല്ല. എന്താണ് മനസ്സിലിരിപ്പെന്ന് ആർക്കറിയാം? മോളുടെ കൂടെ ഡ്രൈവറായി കൂടിയതിന് ശേഷം മോളെ ചിലപ്പോൾ ആ വണ്ടിയിൽ വെച്ച് തന്നെ അപകടപ്പെടുത്തി കൊല്ലാനാണെങ്കിലോ, അയാളുടെ ശത്രുവിനെ കൊല്ലാൻ അയാൾ ചത്താലും കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ അയാൾ ഓരോന്ന് ചെയ്യും. അതുകൊണ്ടാണ് മോളെ അമ്മ പറയുന്നത്. വേണ്ട. പിന്നെ നമുക്കൊന്നുമില്ലാതിരുന്ന സമയത്ത് നമ്മളെ സഹായിച്ചത് കിരൺമോൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണ്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ സ്നേഹം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അവർക്കിഷ്ടമില്ലാത്തതൊന്നും ഇനി ഈ വീട്ടിൽ കയറണ്ട. കേട്ടല്ലോ? ശരിയമ്മേ. ഇല്ല, ഒരിക്കലുമില്ല. ഇനി അയാളെ ഞാൻ എൻ്റെ വീടിൻ്റെ വാതിൽക്ക് പോലും കയറ്റില്ല.
എൻ്റെ കിരണേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് വലുത്, അവരുടെ വാക്കാണ് എനിക്ക് വേദവാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശൻ സരയുവിൻ്റെ വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിക്കുക. അപ്പോഴേക്കും മൂങ്ങ വാതിൽ തുറന്നു. ആഹാ, എടാ മോനെ നീയായിരുന്നോ? ഞാനാകെ പേടിച്ചു പോയി. അല്ല, നീ എന്തിനാ മോനെ ഇങ്ങോട്ട് വന്നേ? എൻ്റെ അമ്മേ, ഞാൻ ഇങ്ങോട്ടേക്കായിട്ട് വന്നതല്ല, അപ്പുറത്തെ വീട്ടിൽ വന്നതാ. അപ്പുറത്തെ വീട്ടിലോ? മോനതിന് അപ്പുറത്തെ വീട്ടിൽ വന്നേ? അത് പിന്നെ അവളോട് ഒരു ജോലി ചോദിക്കാമെന്ന് വിചാരിച്ച് വന്നതാ, ഡ്രൈവറായിട്ട്. എൻ്റെ മോനെ, നിനക്ക് നാണോ ഇല്ലേ അവളുടെ വീട്ടിൽ പോയി അവളോട് ജോലി ചോദിക്കാൻ? എൻ്റെ അമ്മേ, അവളുടെ കൂടെ ജോലി എടുക്കണമെന്നുള്ളതുകൊണ്ടൊന്നും അല്ല ഞാനത് ചോദിച്ചത്. അങ്ങനെ അവളുടെ ഡ്രൈവറായി ആ കാറിൽ വെച്ച് തന്നെ അവളെ അങ്ങ് തീർത്താലോ എന്ന് കരുതിയിട്ടാണ് ചോദിച്ചത്. പക്ഷേ അവർക്കൊന്നും എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ജോലിയും കിട്ടിയില്ല. എന്നിട്ട് നീയും പോയി ജയിലിൽ കിടക്കാം അല്ലേ? ഈ വയസ്സാം കാലത്ത് ഈ അമ്മയെ ഒറ്റക്കാക്കാനാണോടാ നിൻ്റെയൊക്കെ തീരുമാനം? എൻ്റെ അമ്മയെ ഒറ്റയ്ക്കാക്കണമെന്നൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ മോൻ ജയിലിൽ കിടക്കുമ്പോൾ എനിക്കിവിടെ പുറത്ത് കിടന്നിട്ട് ഒരു സമാധാനം ഇല്ലമ്മേ. അതുകൊണ്ടാണ് ഞാനും ജയിലിലേക്ക് പോകാമെന്ന് കരുതിയത്. എന്തായാലും അമ്മ ഒരു കാര്യം പറ, ആ രാഹുലിനെ ഇങ്ങോട്ട് വിളിക്ക്. അത് കേട്ടതും അതിന് രാഹുൽ ഇവിടെ ഇല്ലടാ. പിന്നെ എടാ മക്കളെ, സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം, അവനിപ്പോൾ ഭ്രാന്ത. അതുകൊണ്ട് ആ ശാരിയുടെ കഴുത്തിന് ഞെക്കി പിടിച്ചു എന്നാണ് കേട്ടത്. കഴുത്തിന് ഞെക്കി പിടിച്ചതുകൊണ്ട് ശാരി ഒരു വടിയെടുത്തോ കട്ടയെടുത്തോ തലക്കിട്ടടിച്ചു എന്നോ തല്ലി പൊളിച്ചു എന്നോ എന്തൊക്കെയാണ് കേട്ടത്. ഇപ്പോൾ ആ ബകാസുരൻ ഹോസ്പിറ്റലിലാടാ, അതുകൊണ്ട് സൂക്ഷിക്കണം. ഈശ്വര, അവന് അസുഖം കൂടിയോ? അതേ മോനെ, അവന് അസുഖം കൂടി, അതുകൊണ്ട് സൂക്ഷിച്ചേ പറ്റൂ. ദൈവമേ, ഞാൻ കരുതിയത് അവനത് അഭിനയിക്കുവാന്നാ. പിന്നെ അഭിനയമാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലേ ഇത് അവൻ്റെ അഭിനയമൊന്നുമല്ല, അവനെ ശരിക്കും ഭ്രാന്ത. അതുകൊണ്ടാണല്ലോ സ്വന്തം ഭാര്യയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചത്, അതുകൊണ്ടാണല്ലോ സ്വന്തം ഭാര്യ അവൻ്റെ തല തല്ലി പൊളിച്ചത്. അമ്മേ, ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അമ്മ സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം. എനിക്ക് കുഴപ്പമൊന്നുമില്ലട മോനെ, ഏത് നേരവും ഞാൻ അരയിലൊരു കത്തിയും തിരികെ നടക്കുന്നേ. അവനെങ്ങാനും എൻ്റെ കഴുത്തിന് പിടിച്ച അവൻ്റെ കഴുത്തിയാൻ വിട്ടും എന്നും പറഞ്ഞ് മൂങ്ങ ഈ സമയം എന്നാൽ ചെല്ലു മോനെ, നീ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ട, പോയി വല്ലയിടത്തും പോയി റെസ്റ്റ് എടുക്ക്. എന്നാൽ ശരിയമ്മേ, ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ അങ്ങ് പോവുകയാണ്. പ്രകാശൻ പോകുന്നത് നീളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ അജ്ഞാത കൺകൾ അത് നോക്കിക്കൊണ്ട് നിന്നിട്ടേ ഇരിക്കുന്നു. ഇങ്ങനെ പ്രകാശൻ പോകുന്നത് കാറിൻ്റെ കണ്ണാടി വഴി നോക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് രൂപയെയും സിയസിനെയും കല്യാണിയെയും കിരണിനെയുമാണ്. എൻ്റെ മക്കളെ, എന്തൊക്കെ പറഞ്ഞാലും അവരെ ഒന്നും വിശ്വസിക്കരുത്, കണ്ണും അടച്ച് വിശ്വസിക്കരുത്. അയാൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു വരുന്നത് അയാൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, എങ്ങനെയെങ്കിലും മോളെ കൊല്ലണം, അതാണ് അയാളുടെ മനസ്സിലിരിപ്പ്. അത് മോള് മനസ്സിലാക്കണം. അതെനിക്കറിയാച്ച, പക്ഷേ എന്തൊക്കെയായാലും സ്വന്തം അച്ഛനായി പോയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അത് കേട്ടതും മോളെ, അന്ന് അവൻ്റെ ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് തന്നെ തെറ്റായിപ്പോയി. അങ്ങനെ അടച്ചപ്പോഴേ ഞാൻ കരുതിയതാ, എനിക്കതിൽ ദേഷ്യം വന്നതാ, മോളോട് 2 എണ്ണം പറയാമെന്ന് കരുതിയതാ. എന്നാലും മോളുടെ അച്ഛനായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരുന്നത്. അത് പിന്നെ അമ്മേ, എനിക്ക് എടുക്കണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഹോസ്പിറ്റലിൽ ഒരാൾ കിടക്കുന്നു, നമ്മുടെ ശത്രുക്കളാണെങ്കിലും നമ്മൾ അവരെ സ്നേഹിക്കില്ല അമ്മേ, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അയാൾക്കും സഹായം ചെയ്തത്. എന്തായാലും അയാൾ സഹായം ചെയ്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വന്നാലും ഞാൻ കൊടുക്കാൻ പോകുന്നില്ലമ്മേ. അമ്മ അച്ഛനും പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. അത് കേട്ടതും അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം ഉണ്ടാകാൻ പോകുന്നത് മോൾക്കും മോളുടെ കുടുംബത്തിനുമാണ്. എന്തൊക്കെയായാലും മോളൊന്ന് ചിന്തിക്കണം. മോൾക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായി നടക്കുക കിരൺമോൻ. അങ്ങനെയുള്ളപ്പോൾ കിരൺമോൻ അതൊരു സങ്കടമായി മാറരുത്, മനസ്സിലായോ? ഇല്ലമ്മേ, ഒരിക്കലുമില്ല. പിന്നെ നമ്മുടെ കല്ലുമോന് വയസ്സൊന്നായി, കല്ലുമോൻ 1 വയസ്സായതുകൊണ്ട് ഇനി ഒരു കുഞ്ഞിനെ കുറിച്ചും കൂടെ നിങ്ങൾ ചിന്തിക്കണം. കല്ലുമോനൊരു കൂട്ട് വേണ്ടേ? അത് കേട്ടതും അതെ, ഇവളുടെ ഒരു കൂട്ടുകാരത്തി ഉണ്ടല്ലോ അച്ഛൻ, നയന. നയനമോൾക്ക് എന്താ? നയനമോൾക്കൊരു കുഞ്ഞ് ജനിക്കാതെ ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ടെന്നാ ഇവളുടെ വാക്ക്. അത് കേട്ടതും അതെന്താ മോളെ അങ്ങനെ? കുഞ്ഞ് വേണമെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. ഇത് അവർ തമ്മിൽ ഒന്നിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അവരുടെ കാര്യം വിട്, നിങ്ങൾ സന്തോഷമായിട്ട് കല്ലുമോനൊരു കൂട്ട് വേണം. അതുകൊണ്ട് അതിന് പ്രയത്നിക്കുക വേണ്ടത്, അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ പിന്നാലെ നടക്കുകയല്ല. അതിനിടയിൽ പ്രകാശനോ വേറെ ആര് വന്നാലും നമ്മൾ അതൊന്നും നോക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയും വേണ്ട. ഇനി ആര് വന്ന് മോളുടെ വീടിൻ്റെ മുമ്പിൽ കൈനീട്ടി നിന്നാലും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനേ പാടില്ല. മനസ്സിലായോ? മനസ്സിലായച്ചാ. പിന്നെ അറിയാലോ, അപ്പുറത്ത് ബകാസുരൻ്റെ അവസ്ഥ, തലതല്ലി പൊട്ടിച്ച് അവനാകെ ഹോസ്പിറ്റലിൽ കിടക്കുക. അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത പാപങ്ങൾ അതുപോലെ തന്നെ ഈ പ്രകാശനും അനുഭവിക്കാതെ അവൻ ഈ മണ്ണിൽ നിന്ന് പോകില്ല.
അതുകൊണ്ട് എല്ലാം കൊണ്ടും നമ്മൾ ക്ഷമിച്ചും സഹിച്ചും മാറി നിന്നെല്ലാം കാണാം. അതാണ് നമുക്ക് നല്ലത്. ശരിയമ്മേ, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തോളാം. അല്ല, നിങ്ങൾക്ക് വല്ല പുതിയ വർക്കും കിട്ടിയോ? പിന്നെ ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ഇൻറ്റീരിയർ വർക്കിനുള്ള കാര്യങ്ങൾ കല്യാണിയെ ഏൽപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ പല വർക്കുകളും കൊണ്ട് ഇപ്പോൾ ഭയങ്കര തിരക്കാച്ചാ. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. പ്രകാശനോ അവൻ്റെ അമ്മയോ വന്നാലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ, അതൊന്നും നമ്മൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ശരി അച്ഛാ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ്. ഈ സമയം ആകെ തളർന്ന് ക്ഷീണിച്ച് പ്രകാശൻ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ബാലണ്ണൻ പ്രകാശനെ വിളിക്കുകയാണ്. ഹലോ, എന്താ ബാലണ്ണ? എടാ പ്രകാശ, നീ എത്രയും പെട്ടെന്നൊന്ന് വർക്ക്ഷോപ്പിലേക്ക് വരണം. ഞാനോ? എൻ്റെ ബാലണ്ണ, നിങ്ങൾക്കറിയാമല്ലോ എനിക്കാകെ വയ്യാതിരിക്കുക. പിന്നെ വർക്ക്ഷോപ്പിലെ ഏതെങ്കിലും ഭാരപ്പെട്ട ജോലി ചെയ്യാനാണെങ്കിൽ എനിക്ക് പറ്റില്ല. എടാ, നിന്നോട് ആര് പറഞ്ഞു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ? നിന്നോട് ഞാനൊന്ന് ഇവിടം വരെ വരാനല്ലേ പറഞ്ഞോളൂ, വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. എന്താ ബാലണ്ണ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, അതൊക്കെ വന്നിട്ട് ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. നീ എന്തായാലും ഇവിടം വരെ ഒന്ന് വരണം. വരാതിരിക്കാൻ പാടില്ല. നീ വന്നേ പറ്റും പ്രകാശ, അതുകൊണ്ട് നീ വരണം. ശരി അണ്ണ, ഞാൻ വരാം. വരാമെന്ന് പറഞ്ഞിട്ട് എവിടെയും പോയി കിടക്കരുത്, കേട്ടല്ലോ? ഇങ്ങോട്ട് നേരെ വന്നോളണം. ഇവിടെ വന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് നീ കേൾക്കണം. ഇത് നീ കേൾക്കേണ്ട കാര്യങ്ങളാണ്. ശരി ബാലണ്ണ എന്നും പറഞ്ഞ് പ്രകാശൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നേരെ ഇയാൾക്ക് എന്താണെന്നാവോ പറ്റിയത്, ഇയാളെന്തിനെ വെറുതെ എന്നെ കാണണമെന്ന് പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ നേരെ അങ്ങോട്ട് പോകാനൊരുങ്ങുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദീപയാണ്. ദീപ ഒന്ന് കഥക് തുറന്നതും മൂങ്ങ അവിടെ ഇങ്ങനെ നിൽക്കുക. മൂങ്ങ നിന്നിട്ട് ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ദീപയെ കണ്ടതും, ഓ എൻ്റെ മരുമോളായിരുന്നോ ദീപ? നീ അങ്ങോട്ട് മാറിപ്പോയല്ലോടി, വെളുത്ത് തൊടുത്ത് നല്ല സുന്ദരിയായിട്ട് അങ്ങ് മാറിപ്പോയല്ലോ. ഒരുപാട് മാറിപ്പോയി. ഞാനേ അപ്പുറത്ത് ജോലി ചെയ്യുന്ന ആളാ, അറിയാലോ? അയ്യോ അറിയാവേ. നിന്നെ ഇപ്പോൾ കാണാനും കൂടെ കിട്ടുന്നില്ലല്ലോടി. വഴി കൂടെ പോയാലും നീ മുഖം തിരിച്ചു പോവുകയാണല്ലോ. നിങ്ങളെ കാണുക മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങിയാലും നിങ്ങളുടെ മുഖത്ത് പോലും നോക്കരുതെന്ന എൻ്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ഇതിൻ്റെ വാതിക്കൽ വന്ന് നിൽക്കുന്നേ? എടി അഹങ്കാരി, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടില്ലേടി. എൻ്റെ മരുമോളായിട്ട് പോലും നിന്നെ ഞാൻ എൻ്റെ മോളെ പോലെയല്ലേടി സ്നേഹിച്ചത്. അയ്യോ, സ്നേഹത്തിൻ്റെ കഥയൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട. നിങ്ങൾ എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യവും ഇല്ല. പിന്നെ ഒരു കാര്യം, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്, വലിഞ്ഞു കയറി വരുന്നത്? അതെന്തിനാന്ന് പറ. എടീ, നിൻ്റെയൊക്കെ മുഖത്ത് നോക്കി 5-6 വർത്താനം പറയാനടി. നിൻ്റെ ഭർത്താവിനെ നിനക്കിപ്പോൾ വേണ്ട. അവൻ നിനക്കിപ്പോൾ വിലയില്ലാത്തവനായി. ഇപ്പം നിനക്ക് കുറച്ച് ഐശ്വര്യം വന്നപ്പോൾ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ലടി, ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. എനിക്ക് ഐശ്വര്യം വന്നു, സമ്മതിച്ചു. പക്ഷെ നിങ്ങളുടെ മോനെ ഞാൻ എന്തിനു സ്നേഹിക്കണം? അയാളെ ഞാൻ എന്തിനു നോക്കണം? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്വന്തം പെൺമക്കളല്ല എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ വൃത്തികെട്ട ഒരു മനുഷ്യനാണ് അയാൾ. അങ്ങനെയുള്ളപ്പോൾ അയാളെ ഒരിക്കലും സ്നേഹിക്കേണ്ട കാര്യം എനിക്കില്ല. അങ്ങനെ ഒരു വിധി ദൈവം എനിക്ക് തരാത്തതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കൊച്ചുമോൻ, അവൻ്റെ കാര്യം നിങ്ങളൊന്നും പറയണ്ട. ഇനി നിങ്ങൾ എന്നെ സ്വന്തം മകനെ പ്രാഗിയ അമ്മയെന്ന് പറഞ്ഞ് പ്രാഗിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. അവനെ പെറ്റതിൽ ഞാൻ ഈ ലോകത്തോട് മാപ്പ് പറയുക. അപ്പോഴേക്കും കല്യാണി വരിക. ആരാ അമ്മ അത്? അപ്പുറത്തെ വേലക്കാരിയെ മോളെ, ഇങ്ങോട്ട് വന്നിരിക്കുക. വഴി മാറി വന്നതാന്ന് തോന്നുന്നു. അത് കേട്ടതും എന്താ, എന്ത് വേണം? ഒന്നും വേണ്ടടി. എൻ്റെ മോൻ ഇവിടെ ജോലി ചോദിച്ചു വന്നപ്പോൾ അവന് ജോലി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എടി, അവനുണ്ടായിരുന്നത് കൊണ്ടാ ഇന്ന് നീ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഏത് വകയിൽ? ഇതേ എൻ്റെ കല്യാണി സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, അല്ലാതെ നിങ്ങളുടെ ഒന്നും ചെയ്തിട്ടില്ല. അയാൾക്ക് എപ്പോഴും ആൺമകനോടായിരുന്നല്ലോ കാര്യം. അല്ല, ഒരു രാജകുമാരനുണ്ടായിരുന്നല്ലോ. ആ രാജകുമാരനുള്ളപ്പോൾ ഇങ്ങനെ നിങ്ങൾ വീട്ടുജോലി എടുക്കുന്നത് അവന് കുറച്ചില്ലല്ലേ? രാജകുമാരനിപ്പോൾ രാജകൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് ജയിലിൽ അഴിയണ്ണിക്കൊണ്ടിരിക്കുകയാണല്ലോ അമ്മേ. അപ്പം പിന്നെ എങ്ങനെയാ അവന് ഇതൊരു കുറച്ചിലാവുന്നത്? എന്തായാലും അനുഭവിക്കട്ടെ. അതെ, വയസ്സാം കാലത്ത് കണ്ടവൻ്റെ എച്ചിപ്പാത്രം കഴുകാതെ കൊച്ചുമോനോട് നോക്കാൻ പറ. കൊച്ചുമോനും മോനും നല്ല ആരോഗ്യമുണ്ടല്ലോ. രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ സമാധാനമായിട്ട് രണ്ടുപേരും നിങ്ങളെ നോക്കുമ്പോൾ സമാധാനമായിട്ട് ജീവിക്കേണ്ട ഈ സമയത്ത് മറ്റുള്ളവരുടെ എച്ചിപ്പാത്രം കഴുകുക തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ അല്ലേ? അതെടി, കഴുകോടി. അത് നിങ്ങൾക്കൊരു കുറച്ചിലാണെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഒരു കുറച്ചിലുമില്ല. നിങ്ങളെപ്പോലുള്ള ഒരു പണി എടുത്താലെന്ത്, എടുത്തില്ലെങ്കിലെന്ത്? ഒരുപാട് ഐശ്വര്യം വന്നപ്പോൾ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. ഇങ്ങനെ അഹങ്കാരിച്ചാലുണ്ടല്ലോ നീയൊക്കെ ഇരുന്ന് നിരങ്ങും. അത് കേട്ടത് കിരൺ, അതെ വയസ്സ് 10-70 കഴിഞ്ഞല്ലോ.
ഇനി ഇരുന്ന് നിരങ്ങേണ്ട പ്രായമൊക്കെ ആയി. അതുകൊണ്ട് ഇരുന്ന് നിരങ്ങുന്ന നിങ്ങളുടെ മകനും കൊച്ചുപോനും ഒരു ബാധ്യതയാവും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ അവരെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലോ കൊണ്ടുപോയിടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്പലം കണ്ടുവെച്ചോ എന്നും അന്നദാനം കഴിക്കാൻ ഇരുന്ന് നിരങ്ങേണ്ട അവസ്ഥയൊക്കെ എത്താറായി നിങ്ങൾക്ക്. അതുകൊണ്ട് അനുഭവിച്ചോ. അത് കേട്ടതും എടാ നീയൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയുന്നത് നീയൊക്കെ മനസ്സിൽ കുറിച്ചിട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇരുന്ന് നിരങ്ങുന്നതിന് മുമ്പ്, ഞാൻ ഈ മണ്ണിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ ഈ അമ്മായിയമ്മയും ഇരുന്ന് നിരങ്ങും, പിച്ചയെടുക്കും. അതുപോലെ ഭഗവാന് മുൻപിൽ ചെന്ന് കരഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കാഴ്ച ഞാൻ കാണുവടാ. കരുനാക്കെന്ന് പറഞ്ഞാലേ ഒന്നൊന്നര കരിനാക്ക. ദാ കണ്ടോ എന്നും പറഞ്ഞ് നാക്ക് വെളിയിലേക്ക് നീട്ടി മൂങ്ങ കാണിച്ചു കൊടുക്കുക. ഇനി ഈ നാക്കുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ഫലിക്കൂടാ. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഇരുന്ന് നിരങ്ങിയിട്ടേ മണ്ണിൽ നിന്ന് പോകൂ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങ് പോവുക. മൂങ്ങ പോയി കഴിഞ്ഞതും ദീപയെയും കിരണിനെയും കല്യാണിയെയും മാറ്റി മാറ്റി കാണിക്കുകയാണ്. ഈശ്വര എന്തൊരു ദുഷ്ടത്തരം ഈ തള്ള പറഞ്ഞിട്ട് പോണേന്ന് പറഞ്ഞുകൊണ്ട് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.